ഡിപ്ലോമാറ്റിക് ആയ ആളുകളെ കണ്ടിട്ടില്ലേ? അവരുടെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പല ആളുകളും അതെന്തൊരു മോശം ഹാബിറ്റായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. ഡിപ്ലോമാറ്റിക് ആവരുത്, നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഡിപ്ലോമാറ്റിക് ആവുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഡിപ്ലോമാറ്റിക് ആവുന്നത്. ഡിപ്ലോമാറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇൻറ്റൻസായ ഇമോഷൻസ് പ്രകടിപ്പിക്കുക, ഡയറക്റ്റായിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതേപോലെ പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കാണിക്കുക, പൊട്ടിത്തെറിക്കുക, പേടിയാവുമ്പോൾ എവിടെയെങ്കിലും പോയി ഒളിക്കുക, ബോറടിക്കുമ്പോൾ അത് ചെയ്യുന്ന കാര്യം നിർത്തുക, സങ്കടം വരുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊട്ടിക്കരയുക. നമുക്ക് എന്താണോ തോന്നുന്നത് അത് അതേപോലെ അങ്ങോട്ട് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സാഹചര്യവും സമയവും ഒന്നും നോക്കാതെ അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ആരാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? കുട്ടികളെയാണ് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത്, അല്ലേ? അവർക്കറിയില്ല എന്താണ് ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നൊന്നും. അവർക്ക് എന്താണോ തോന്നുന്നത് അത് എവിടെയാണ് സമയം സന്ദർഭമൊന്നും നോക്കാതെ അവരങ്ങ് പ്രകടിപ്പിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അഡൾട്ടായി വരുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. എന്താണോ തോന്നുന്നത് അത് അതേപോലെ പ്രകടിപ്പിക്കുന്ന ആളുകളുടെ ഇമോഷൻസിൻ്റെയും ആക്ഷൻസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഗ്യാപ്പില്ലാതിരിക്കുക നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴാണ്. നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പെരുമാറണം, മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പരിഗണിക്കാനോ അതൊന്നും നമ്മൾ ശ്രമിക്കാറില്ല കുട്ടികളായിരിക്കുന്ന സമയത്ത്. അപ്പോൾ വലുതാകുമ്പോഴും നമ്മൾ അതുപോലെ മറ്റുള്ളവരെ പരിഗണിക്കാതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ആ ഇമ്മച്ചുറായ അവസ്ഥയിലാണ്, നമ്മുടെ കുട്ടിത്വത്തിൻ്റെ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് പറയുക. നമ്മൾ അഡൾട്ടായി വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഇമോഷൻസിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. സമയവും സന്ദർഭവും നോക്കി പ്രതികരിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്, നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ നമ്മളെ ഉപകരിക്കും. നമ്മളെപ്പോഴും വെട്ടി തുറന്ന് സംസാരിക്കുകയും എന്താണ് മനസ്സിൽ വരുന്നത് അതേപോലെ തന്നെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ആളുകൾക്ക് നമ്മളെ എന്തിനെങ്കിലുമൊക്കെ പങ്കുകൊള്ളിക്കാൻ തന്നെ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആക്കാൻ തന്നെ ടെൻഷനായിരിക്കും. അവർ രണ്ടാമതൊന്ന് ചിന്തിക്കും. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇയാൾക്കത് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവർ റെസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ആവണം, എങ്കിലാണ് അവർ നമ്മളോട് കൂടുതൽ ഇടപഴകാനൊക്കെ തയ്യാറാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാവരും നല്ല ആളുകളൊന്നും ആയിരിക്കില്ല, അല്ലേ? എല്ലാവർക്കും ഒരു ഗ്രേ സൈഡ് ഉണ്ടായിരിക്കും. കുറേയൊക്കെ നല്ല ഗുണങ്ങളുണ്ടായിരിക്കും, കുറേയൊക്കെ മോശം സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വർത്തിയാണ്, നമ്മളായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് കാര്യങ്ങളെ അതിൻ്റെ രീതിയിൽ ആളും തര പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം എന്നൊക്കെ ഒരു ബോധ്യം വരുമ്പോഴാണ് നമ്മളെ ആളുകൾ കൂടുതലായിട്ട് കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആക്കുകയും നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ നല്ല ബെറ്റർ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും സ്ട്രോങ്ങറായ കണക്ഷൻസ് ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുക നമ്മൾ ഡിപ്ലോമാറ്റിക് ആകുമ്പോഴാണ്. പിന്നെയുള്ളതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ വരണത് അതേപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. ഓൾറെഡി പ്രശ്നമായിരിക്കുന്നിടത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ അത് ഉപകരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്താനും അതിനനുസരിച്ച് അവർക്കും വലിയ പ്രശ്നങ്ങളില്ല നമുക്കും വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ ഒരു ആർഗ്യുമെൻറ്റിന് അങ്ങ് പ്പിക്കാനും ഒരു വിയോജിപ്പുകളെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞു തീർക്കാനൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക് ആവേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ലീഡർഷിപ്പ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങളൊരു ലീഡർ ആക്കണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയേണ്ടി വരും. എടുത്തടിച്ച പോലെ നീ പറഞ്ഞ് പറ്റില്ല, നീ പറഞ്ഞ് വിഡിത്താണ്, അത് ശരിയാവില്ല, ഇത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരേ പോയിന്റ് തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു നല്ല ലീഡർ ആവാൻ കഴിയില്ല. നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടി വരും. എന്നിട്ട് ആരെയും മുഷിപ്പിക്കാത്ത വിധത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. എന്നിട്ട് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ നമ്മളൊരു ലീഡറായിട്ട് ആളുകൾ അംഗീകരിക്കുകയും നമ്മളെ ഫോളോ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ കൂടെയുള്ള മെമ്പേഴ്സ് തയ്യാറാവുകയൊക്കെ ഉള്ളൂ.
നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റിക് ആവുകയാണെങ്കിൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് സാധ്യമാവും. ഓപ്പർച്യൂണിറ്റിയുടെ കുറേ വാതിലുകൾ തുറന്നു തരികയും നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ, എത്ര കണക്ഷൻസ് ഉണ്ടാകുന്നോ അത്രയും ഹൈ വാല്യൂ ആയ ആളാണ് നിങ്ങൾ എന്നാണ് പറയുക. നമുക്ക് മറ്റുള്ളവരുടെ മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നല്ല കണക്ഷൻസ് ഉണ്ടായിരിക്കണം, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു ഹൈ വാല്യൂ ആയ ആളായി മാറുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയ ആളുകളെ ഇനി ഒരിക്കലും ചെറുതാക്കി കാണേണ്ടതില്ല.